ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലാണ്. കോൺഗ്രസ് സഭയിൽ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം ഇസ്രായേലിന്റെ അടുത്ത ഘട്ടം എന്താണ്, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ അടുത്ത് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു, അടുത്ത് ഇസ്രായേൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെതന്യാഹു അമേരിക്കയിൽ വെച്ച് ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിന് ഒരു അല്പം ഭയം നൽകുന്നത് പോലെ, അല്ലെങ്കിൽ ഭയം നൽകി എന്ന് തന്നെ പറയാം. അതായത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട എയർബേസ്, ഹൈഫയ്ക്ക് അടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട എയർബേസിൽ 1.5 മണിക്കൂറോളം ഒരു ഡ്രോണിനെ പറപ്പിച്ച് ഇസ്രായേലിന്റെ വിമാനങ്ങൾ എവിടെയെല്ലാമാണ് നിർത്തിയിട്ടുള്ളത്, ആ വിമാനങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഫെസിലിറ്റി ഏതൊക്കെ സ്ഥലത്തുണ്ട്, ആ വിമാനങ്ങൾക്ക് ആവശ്യമായ ഫ്യൂവൽ ഡിപ്പോ എവിടെയുണ്ട്, ആംസ് അമ്യുനേഷൻ ഡിപ്പോ, വെടിമരുന്നുകൾ ശേഖരിച്ചു വയ്ക്കുന്ന ഡിപ്പോ എവിടെയാണ്, ഇങ്ങനെ എല്ലാം ആ ഒരു ഡ്രോൺ വഴി ഒരു ഫൂട്ടേജായി എടുത്ത് പുറത്തുവിട്ടത് മാത്രമല്ല, ബുധനാഴ്ച രാത്രി ലബനനുള്ളിൽ ആക്രമണം നടത്താൻ നുഴഞ്ഞു കയറിയ ഇസ്രായേലിന്റെ വ്യോമസേനയിലെ 2 വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ട്. ഫ്ലാഷ് റിലീസ് ചെയ്തതുവഴി ആ 2 വിമാനങ്ങളും ഹിസ്ബുള്ളയുടെ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതായി ഇപ്പോൾ ഹിസ്ബുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെതിരെ വലിയ ഒരു കാര്യം ചെയ്യാൻ ഹിസ്ബുള്ളയും ഹൂത്തികളും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററുടെ ഈ ഒരു യാത്ര വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. അമേരിക്കയിലേക്ക് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പോയതിനു ശേഷം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗാസ, പാലസ്തീൻ ഇവർക്ക് സപ്പോർട്ടായി ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രായേലിനും യഹൂദർക്കും സപ്പോർട്ടായി നെതന്യാഹുവിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും അമേരിക്കയിലെ തെരുവുകളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി. നെതന്യാഹു താമസിക്കുന്ന ഹോട്ടലിന് മുൻപിൽ ഗാസയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഫ്ലാഗിനെ കത്തി നശിപ്പിക്കുക, അമേരിക്കയുടെ ഫ്ലാഗിനെ കത്തി നശിപ്പിക്കുക, അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുക, ഇങ്ങനെ പ്രതിഷേധത്തിന്റെ പല മുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ്. For all we know, Iran is funding the anti-Israel protests that are going on right now outside this building. Not that many, but they're there and throughout the city. ഇതിനിടയിൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് ഒരു വലിയ ആവശ്യം ഉന്നയിച്ചു. അതായത് അബ്രഹാം അലയൻസ് ഞങ്ങൾക്ക് തിരികെ വേണം. ഈ അബ്രഹാം അലയൻസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇറാനെതിരെയുള്ള പല നാടുകളുടെ ഒരു സഖ്യമാണ്. ഒരു സഖ്യമായി ചേർന്ന് ഇറാന്റെ ആക്രമണത്തെ എങ്ങനെ തടയാം, അതുകൂടാതെ മുഴുവൻ അറബ് നാടുകളുടെ പക്കൽ നിന്നും ഇസ്രായേലിനെ ഏത് രീതിയിൽ സംരക്ഷിക്കാം, ഇങ്ങനെ ഇസ്രായേലിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും തടസ്സമില്ലാതെ നൽകുന്ന ഒരു സഖ്യമാണ് ഈ അബ്രഹാം അലയൻസ്. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യം. മാത്രമല്ല ഇപ്പോൾ ഇറാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഒരു മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ആ ആക്രമണത്തിന് ശേഷം ഈ അലയൻസിന്റെ ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഒരു കാര്യം അമേരിക്കയോട് പറഞ്ഞു. തീർച്ചയായും ഇത് നിറവേറാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇസ്രായേലിനെതിരെ ആര് വന്നാലും, ഇസ്രായേലിനെതിരെ ഏത് രീതിയിലുള്ള പ്രശ്നം വന്നാലും അമേരിക്കയുടെ സഹായം എന്നത് ഇസ്രായേലിന് കുറയാൻ പാടില്ല. അമേരിക്കയുടെ നിയന്ത്രണത്തോടെ ഇസ്രായേലിലേക്ക് നേരിട്ട് വരുന്ന സഹായങ്ങൾ, ഇസ്രായേലിന് ആവശ്യമായ അമേരിക്കയുടെ സൗഹൃദ നാടുകളുടെ സഹായം, ഇവയെല്ലാം ഈ പദ്ധതിക്ക് കീഴിൽ ഇസ്രായേലിന് തടസ്സമില്ലാതെ നൽകാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഏകദേശം 1500 കുഞ്ഞുങ്ങളെ, ഒന്നോ രണ്ടോ അല്ല, ഗാസയിലെ 1500 കുഞ്ഞുങ്ങളോളം ക്രിട്ടിക്കൽ മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ളവരാണ്. അതിതീവ്ര ചികിത്സ ഇവർക്ക് ആവശ്യമുണ്ട്. ഇവരെ യൂറോപ്പിലേക്ക് അയക്കാൻ പോകുന്നതായും യൂറോപ്പ് ഒഫീഷ്യൽ അവർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ദുഃഖം നിറഞ്ഞൊരു കാര്യമാണ്. ഇത്രയും കുഞ്ഞുങ്ങൾ, അതും മരിച്ചവരല്ല, ഈ കുഞ്ഞുങ്ങൾ ഇന്നോ നാളെയോ മരിക്കാം. ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനായി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ചികിത്സയൊക്കെ നൽകുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതേസമയം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ട ശ്രമം യൂറോപ്യൻ യൂണിയൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇസ്രായേലിലെ ജനങ്ങൾക്കായാലും പലസ്തീനിലെ ജനങ്ങൾക്കായാലും അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായി അത് മാറും. ഇങ്ങനെ ഗാസയുടെ ഭാഗത്ത് ഒരു സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ലബനൻ ഭാഗത്ത് ഒരു വലിയ പ്രശ്നം ഒരു നൂലിഴ വ്യത്യാസത്തിൽ മാറിപ്പോയി. 2 ദിവസത്തിന് മുൻപ് പോലും ലബനന്റെ തലസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനം ഒരു സോണിക് ബൂം സൃഷ്ടിച്ചു. ഈ സോണിക് ബൂം എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായി പറയാം, ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അതിവേഗത്തിൽ ഒരു വിമാനം പോകുമ്പോൾ
ആ ശബ്ദത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടായിരിക്കും അതിനെ തകർത്തുകൊണ്ട്, അതിനെ മുറിച്ചെറിഞ്ഞുകൊണ്ടായിരിക്കും ആ വിമാനം പായുന്നത്. അപ്പോ ആ വിമാനം സൃഷ്ടിക്കുന്ന ആ ഒരു ശബ്ദത്തെയാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു കെട്ടിടത്തിലെ കണ്ണാടി ജനാലകളെ ചില്ലാക്കാനുള്ള ശക്തി ഈ ഒരു ശബ്ദത്തിനുണ്ട്. ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു വന്നതിന് ശേഷം ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ ആക്രമണം നടത്താനായി ഇസ്രായേലിന്റെ വ്യോമസേനയിലെ F-16 വിമാനങ്ങൾ ലബനൻ ടെറിട്ടറി ക്രോസ് ചെയ്ത് അകത്തേക്ക് ഒരു ആക്രമണത്തിന് പോയി. എന്നാൽ ഇത്തവണ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റിനെ വെടിവെച്ച് വീഴ്ത്തണം എന്ന നിർബന്ധത്തിലായിരുന്നതുകൊണ്ട് അവരുടെ പക്കലുള്ള ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു വീഡിയോ ഫുട്ടേജ് നോക്കിയാൽ മനസ്സിലാകും. 3 ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ് ആ വിമാനങ്ങളെ നോക്കി അയക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടണം എന്നതിനു വേണ്ടി ആ 2 വിമാനങ്ങളും അവരുടെ ഫ്ലെയർസ് റിലീസ് ചെയ്യുന്നു. ആ മിസൈൽസിനെ കുഴപ്പിക്കണം, അതിൽ നിന്നും വിമാനങ്ങളെ രക്ഷപ്പെടുത്തണം എന്നതിനു വേണ്ടി ഫ്ലെയർസ് റിലീസ് ചെയ്തു. അങ്ങനെ ആ വിമാനങ്ങൾക്ക് നേരെ ലോഞ്ച് ചെയ്ത ഈ വിമാനവേദ മിസൈലുകൾ ഫ്ലെയർസിൽ തട്ടി പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ 2 വിമാനങ്ങളും വളരെ സേഫായി തിരികെ വന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു എസ്കലേഷൻ ആണ്. കാരണം ഇതുവരെയും ഇസ്രായേലിന്റെ ഒരു വിമാനത്തെ ഡയറക്റ്റ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹിസ്ബുള്ള ചെയ്തിട്ടില്ല. അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സിനെ ഹമാസ് നശിപ്പിച്ചു. മറ്റൊരു ഭാഗത്ത് അകത്തേക്ക് വന്ന ചാര ബലൂണുകൾ, ഡ്രോണുകൾ ഇവയെ മാത്രമേ ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളൂ. ഡയറക്റ്റ് അവയെ നശിപ്പിച്ചാൽ അത് വലിയൊരു വഴിത്തിരിവായും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായും യുദ്ധത്തിൽ അത് മാറിയേനെ. മാത്രമല്ല ഹൂത്തികളുടെ പക്കൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, നിങ്ങളുടെ പോർട്ടിനെ എത്രത്തോളം ഡാമേജ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഞങ്ങൾ ചെയ്യും. കാരണം അവിടെ ഉണ്ടായ തീ ഇപ്പോഴും ഹൂത്തികളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ. കൂടാതെ അടുത്തുള്ള ഓയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളിലും ആ തീ പടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാക്കിയ ഇസ്രായേലിന് തിരിച്ചടി നൽകാതെ ഞങ്ങൾ വിടില്ല. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പോർട്സിനെ നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ മിസൈൽസും ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ മിസൈൽസിനെ എല്ലാം ഷോക്കേസ് ചെയ്തു. ഇതിനിടയിൽ ഈ റമറ്റ് എയർബേസ്, ഹൈഫയ്ക്ക് അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ എയർബേസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം F-16 6 സ്ക്വാഡ്രൺ വിമാനങ്ങൾ ഇവിടെയുണ്ട്. ഇസ്രായേലിന്റെ 101 ഫസ്റ്റ് ഫൈറ്റർ സ്ക്വാഡ്രൺ, 105 സ്കോർപിയോൺ സ്ക്വാഡ്രൺ, 109 ദ വാലി സ്ക്വാഡ്രൺ, 157 വിത്തിൻ ദ വാലി സ്ക്വാഡ്രൺ, അടുത്തത് ഷാഡോ ഹണ്ടർ എന്ന 160 സ്ക്വാഡ്രൺ. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട 193 ഡിഫൻഡേഴ്സ് ഓഫ് ദ വെസ്റ്റ് സ്ക്വാഡ്രൺ. ഈ എല്ലാ സ്ക്വാഡ്രണിനും ഇതാണൊരു ഹോം ബേസ്. ഈ ബേസിനെ സംബന്ധിച്ച് ഇറാന്റെ ആക്രമണങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ഇറാനെ ഒരു ഒഫൻസീവ് ഓപ്പറേഷനിലൂടെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു എയർബേസ് ആണിത്. കാരണം അണ്ടർഗ്രൗണ്ട് ഹാങ്ങേഴ്സ്, അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഈ വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പുറത്തു നിൽക്കുന്ന വിമാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നഷ്ടമുണ്ടാകേണ്ട അല്ലെങ്കിൽ ഒരു നാശമുണ്ടാകേണ്ട അവസ്ഥ വന്നാൽ എങ്ങനെയാണോ ഇറാൻ അണ്ടർഗ്രൗണ്ടിൽ വിമാനങ്ങളെ നിർത്തിവെക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചത്, അതുപോലെ അതിനവീനമായി നിർമ്മിച്ച ഹെവിലി കോൺക്രീറ്റഡ് സ്ട്രക്ചേഴ്സ് ഈ സ്ഥലത്ത് ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വിലമതിക്കാനാകാത്ത ഒരു അസറ്റാണ്. എന്നാൽ ഇതിന്റെ സെക്യൂരിറ്റി ഇപ്പോൾ ഹിസ്ബുള്ള ബ്രേക്ക് ചെയ്തു. അവരുടെ ഡ്രോണിനെ അകത്തേക്ക് അയച്ച് ആ ഡ്രോൺ വഴി ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ വിമാനങ്ങൾ നിർത്തിയിട്ടുണ്ട്, ആ വിമാനങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ ഏത് ഗോഡൌൺസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് എവിടെയാണുള്ളത്, അവരുടെ കമാൻഡേഴ്സ് എവിടെയാണ് താമസിക്കുന്നത്, ഇവയെല്ലാം ഉൾപ്പെടെ മണിക്കൂറുകളോളം ആ ഒരു ഡ്രോൺ ഈ ബേസിന് മുകളിൽ പറന്ന് അതിനെ ഒരു വീഡിയോ ആയി ഇന്റലിജൻസ് ഇൻപുട്ടായി എടുത്ത് റിലീസ് ചെയ്തു. മാത്രമല്ല ആ സ്ഥലത്ത് ഒരുപാട് കമാൻഡോസ് ഉള്ളതും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഇവരെല്ലാം ഞങ്ങളുടെ ടാർഗറ്റ് റേഞ്ചിനുള്ളിലാണുള്ളത്, ഞങ്ങളിപ്പോൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു സർവൈലൻസ് ഡ്രോണിനെ മാത്രമാണ് അകത്തേക്ക് അയച്ചത്, അതുപോലെ ഒരു ആർമഡ് ഡ്രോണിനെ അയച്ച് ആ വിമാനത്തിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു അല്ലെങ്കിൽ ആ കമാൻഡോസിനെ ലക്ഷ്യമിട്ട് നശിപ്പിക്കുക ഒരു വലിയ കാര്യമേ അല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ പ്രശ്നം എന്നത് നിങ്ങളെ നശിപ്പിക്കണമെന്നോ നിങ്ങളുടെ ബേസിനെതിരെ പ്രവർത്തിക്കണമോ എന്നതൊന്നുമല്ല. ഗാസ ഒഫൻസീവ് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകാമെന്ന് വീണ്ടും ഇസ്രായേലിനോട് ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയാണോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ബേസിന് മുകളിൽ ഉക്രൈന്റെ ഡ്രോൺസ് പറന്ന് റഷ്യയുടെ വ്യോമസേനയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കിയത്, അതുപോലെ ഒരു പോയിന്റിനെ നോക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഹെസ്ബുള്ള പ്രശ്നവും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഈ ഒരു വാർപ്ലെയിൻസിന് നേരെ ഹെസ്ബുള്ള ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പറയാം, അപ്പോൾ തന്നെ ഈ ഓൾ ഔട്ട് വാർ എന്നത് ഹെസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ തുടങ്ങും. വീഡിയോയ്ക്ക് അവസാനം എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായും ഇസ്രായേൽ ഒരു ഭാഗത്ത് ഹെസ്ബുള്ള, മറ്റൊരു ഭാഗത്ത് ഹമാസ്, മറ്റൊരു ഭാഗത്ത് ഹൂത്തീസ്, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു യുദ്ധം വരാനുള്ള സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉള്ളത്.
ഈ ഒരു അവസ്ഥ ഇസ്രായേലിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇതൊരു കാരണമായി കാണിച്ച് എല്ലാ സഖ്യവും ചേർന്ന് ഇസ്രായേലിനെ തകർക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.